നമസ്കാരം. കേരള വിഷൻ ഇടുക്കി നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്ന് വൃശ്ചികം 1. മണ്ഡലകാല വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. ഇനി ശരണമന്ത്രത്തിന്റെ നാളുകൾ. വ്രതശുദ്ധിയിൽ മാല കഴുത്തിലണിയുന്നതോടെ ഓരോ ഭക്തനും ഈശ്വരനാകുന്നു എന്ന മഹത് സന്ദേശമാണ് ഈ പുണ്യദിനങ്ങൾ പകർന്നു നൽകുന്നത്. മുല്ലപ്പെരിയാറിൽ ഒരു ഷട്ടർ തകരാറിലായ സാഹചര്യത്തിൽ ജലനിരപ്പ് 136 അടിയിൽ കൂടുതലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. മുല്ലപ്പെരിയാർ വിഷയം കത്തി നിൽക്കുമ്പോൾ ജില്ലാ കളക്ടറും ചീഫ് സെക്രട്ടറിയും വിദേശ പര്യടനത്തിന് പോയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. ജലനിരപ്പ് ഉയർന്ന് വനമേഖല വെള്ളത്തിനടിയിലായതോടെ നിരവധി ആദിവാസി കുടുംബങ്ങൾ കഷ്ടത്തിലായി. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തി വന്നിരുന്ന ആദിവാസികളാണ് പ്രതിസന്ധിയിലായത്. EFL നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമി വനമാണോ തോട്ടമാണോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം. കാൽവരി മൗണ്ടിൽ റവന്യൂ ജില്ലാ കായികമേള തടസ്സപ്പെടുത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാരനെതിരെ പരാതി പ്രളയം. വനിതാ പോലീസുകാരുടെ അസാന്നിധ്യത്തിൽ പെൺകുട്ടികളെ കയ്യേറ്റം ചെയ്ത ഇടുക്കി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ജോൺസണെതിരെയാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. ഇന്ന് വൃശ്ചികം 1. മണ്ഡലകാല വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. ഇനി ശരണമന്ത്രത്തിന്റെ നാളുകൾ. വ്രതശുദ്ധിയിൽ മാല കഴുത്തിലണിയുന്നതോടെ ഓരോ ഭക്തനും ഈശ്വരനാകുന്നു എന്ന മഹത് സന്ദേശമാണ് ഈ പുണ്യദിനങ്ങൾ പകർന്നു നൽകുന്നത്. മഞ്ഞിന്റെ കുളിരും മന്ത്രോപാസനകളുടെ വിശുദ്ധിയുമായി വീണ്ടും ഒരു മണ്ഡലകാലം കൂടി. സഹ്യാചല നിരകളിൽ ഇനി ശരണം വിളികളുടെ മാറ്റൊലികൾ. വ്രതം കൊണ്ട് പരിപാകമാക്കിയ മനസ്സിനെ ഒരു നാളികേരച്ചിമിഴിലേക്ക് പകർന്നുകൊണ്ട് മോക്ഷത്തിന്റെ സഹസ്രാരത്തിലേക്ക് കല്ലും മുള്ളും ചവിട്ടി കാടും മേടും താണ്ടിയെത്താൻ ഭക്തകോടികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോ മണ്ഡലകാലവും മനുഷ്യനെ ആധ്യാത്മികമായി ഉയർത്തുകയും പ്രകൃതിയുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. ശബരിമലയ്ക്ക് പോകുവാൻ ഒരാൾ മാലയണിഞ്ഞാൽ അയാളിൽ കാതലായ മാറ്റങ്ങൾ വരുന്നത് കാണാൻ കഴിയും. മണ്ഡലകാലം എന്ന് പറയുന്നത് 41 ദിവസം. അത് അയ്യപ്പന് തത്വമസി എന്നുള്ള വാക്യം അർത്ഥമാക്കുന്നത് ഞാൻ നീയാകുന്നു എന്നുള്ള തത്വമാണ്. പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയവൻ പുൽപ്പായിൽ കിടന്നുറങ്ങും. നേരം പുലർന്നാലും മൂടിപ്പുതച്ച് കിടന്നിരുന്നവർ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉദ്ധാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തി ക്ഷേത്രദർശനത്തിലും നാമജപത്തിലും മുഴുകും. മാംസാഹാരം ഉപേക്ഷിച്ച് സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ദിവസങ്ങൾ മുന്നോട്ടു നീക്കുന്നു. പാദരക്ഷകൾ ഉപേക്ഷിച്ച് നഗ്നപാതരായി കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുന്നു. മനസ്സും ശരീരവും പ്രകൃതിയും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തെ ആസ്പദമാക്കി ആവിഷ്കരിച്ചിട്ടുള്ളതാണ് ശബരിമല തീർത്ഥാടനം. സമസ്ത ജീവജാലങ്ങളോടും ആദരവ്, അക്രമരാഹിത്യം, ദയ തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതും ശബരിമല തീർത്ഥാടനത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. ഇനി ശരണം വിളികളുടെ മണ്ഡലകാലം. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഭഗവാനെയും ഭക്തരെയും സർക്കാർ കബളിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഉടുമ്പൻചോല താലൂക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചേറ്റുകുഴിയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. 62 ദിവസങ്ങൾ കൊണ്ട് 5 കോടി തീർത്ഥാടകർ വന്നു ചേരുന്ന ലോകത്തിലെ തന്നെ അപൂർവമായ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. കാണിക്കവരവ് 250 കോടിയിലധികം. നികുതി ഇനത്തിൽ തന്നെ 10,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. തീർത്ഥാടനത്തിന് എത്തുന്ന അയ്യപ്പന്മാർക്ക് കുടിക്കുവാൻ ശുദ്ധജലം, പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റുവാനുള്ള സൗകര്യം, കുളിക്കുവാനുള്ള സ്ഥലം, ശുദ്ധമായ ഭക്ഷണം, യാത്രാ സൗകര്യം, വഴിപാട് സാധനങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യങ്ങൾ, സുഖകരമായ അയ്യപ്പ ദർശനം, നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് അന്യായമായി ഈടാക്കുന്ന ബസ് ചാർജ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹിന്ദു ഐക്യവേദി ഉടുമ്പൻചോല താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം നടത്തിയത്. ചേറ്റുകുഴിയിൽ നടന്ന യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് VG സുഭാഷ് അധ്യക്ഷത വഹിച്ചു. മഹിളാ ഐക്യവേദി സംസ്ഥാന ട്രഷറർ അമ്പിളി കടമ്പനിട്ട യോഗം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്വാമി ദേവചൈതന്യ, KV സജീവൻ, മനോജ് പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മോഹനൻ വാരിക്കാനി, സുശീല തോട്ടക്കാട്ട്, മോഹൻദാസ്, അരവിന്ദാഷൻ, അജിതകുമാരി, സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വാമിയേ ശരണമയ്യ
മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി പനീർശെൽവത്തിന്റെ കത്ത്. ജലനിരപ്പ് 142 അടിയാക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ടാണ് പനീർശെൽവം കത്തയച്ചത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി ഒ പനീർശെൽവമാണ് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്തയച്ചിരിക്കുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്താമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ പിന്തുണയ്ക്കണമെന്നാണ് കത്തിലെ ആവശ്യം. ജലനിരപ്പ് ഉയർത്തരുതെന്ന് ആവശ്യപ്പെടാൻ കേരളത്തിന് അവകാശമില്ലെന്നും കത്തിൽ പറയുന്നു. ജലനിരപ്പ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഉമ്മൻചാണ്ടി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലം കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ വൈഗ അണക്കെട്ടിലേക്ക് തിരിച്ചുവിട്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൂർണ്ണമായും തമിഴ്നാടിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ്. കഴിഞ്ഞ മെയ് 7 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഈ അവകാശം ഊട്ടിയുറപ്പിക്കുന്നു. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തുന്നതിനെ കേരളം ഒരു വിധത്തിലും തടസ്സപ്പെടുത്തരുതെന്ന് വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം വൈഗ അണക്കെട്ടിലേക്ക് ഒഴുക്കിവിടണമെന്ന് ആവശ്യപ്പെടാൻ കേരളത്തിന് അവകാശമില്ല എന്നും പനീർശെൽവത്തിന്റെ കത്തിൽ പറയുന്നു. മുല്ലപ്പെരിയാറിൽ ഒരു ഷട്ടർ തകരാറിലായ സാഹചര്യത്തിൽ ജലനിരപ്പ് 136 അടിയിൽ കൂടുതലാക്കരുതെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ്. ജില്ലാ കളക്ടറുടെ അഭാവം സുരക്ഷാ കാര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ അപാകത ഉണ്ടാക്കിയിട്ടില്ല എന്നും കളക്ടറേറ്റിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ തകരാറിലായ സാഹചര്യത്തിൽ ജലനിരപ്പ് 136 അടിയിൽ കൂടുതൽ ഉയർത്തരുതെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ് പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 141 അടിയായ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ജലവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇടുക്കി കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. അതിനിടെ തകർന്ന 13 നമ്പർ ഷട്ടർ അറ്റകുറ്റപ്പണി തമിഴ്നാട് ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട്. ഇന്നലെ മുല്ലപ്പെരിയാർ ഉപസമിതി അംഗം ജോർജ് ദാനിയേൽ അണക്കെട്ട് സന്ദർശിച്ച് ജലനിരപ്പ് ശേഖരിച്ചിരുന്നു. സ്പിൽവേ ഷട്ടറിലെ 13 നമ്പർ ഷട്ടർ നന്നാക്കുന്ന ജോലികൾ നല്ല രീതിയിൽ നടക്കുകയാണ്. 142 അടിയിൽ ജലനിരപ്പ് എത്തിച്ച് ഷട്ടർ തുറക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. അണക്കെട്ടിലേക്ക് ഞായറാഴ്ച 1531 കനേഡി വെള്ളം സെക്കൻഡിൽ ഒഴുകി വന്നപ്പോൾ തമിഴ്നാട് 857 കനേഡി കൊണ്ടുപോയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഉന്നതതല യോഗം വിളിച്ചതെന്ന് മന്ത്രി പി.ജെ. ജോസഫ് പറഞ്ഞു. യോഗത്തിൽ അത് ഒന്നുകൂടെ അസർട്ടൈൻ ചെയ്യണമല്ലോ, ഇതെല്ലാം ശരിയായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഷട്ടർ ഒരെണ്ണം കേടായ പശ്ചാത്തലത്തിൽ 136ന്റെ മുകളിലേക്ക് ഉയർത്തരുത് എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. അത് സംബന്ധിച്ച് നമ്മൾ സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ട്. അതിൽ ഈ മുഴുവൻ ഷട്ടറുകളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ MLA, വനം, റവന്യൂ, ഭവന, പോലീസ് വകുപ്പിലെ ഉന്നതരും ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ പി ലതികയും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയിലെ 25,000-ഓളം ഏക്കർ കൃഷിഭൂമി വനഭൂമിയാക്കാനുള്ള സർക്കാർ നീക്കം കർഷകദ്രോഹമാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. മുല്ലപ്പെരിയാർ വിഷയം കത്തി നിൽക്കുമ്പോൾ ജില്ലാ കളക്ടറും ചീഫ് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വിദേശ പര്യടനത്തിന് പോയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു. ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോല താലൂക്കുകളിൽപ്പെട്ട 25,000 ഏക്കർ ഭൂമി വനഭൂമിയാക്കുവാൻ ഉമ്മൻചാണ്ടി കൂട്ടുനിൽക്കുകയാണെന്നും ഇക്കാര്യം പഠിക്കുവാൻ കളക്ടറും ചീഫ് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ചെറുതോണിയിൽ പറഞ്ഞു. ഇതില് മുഖ്യമന്ത്രി ഇങ്ങനൊരു നിലപാട് എന്താണ് പറഞ്ഞെന്നുള്ളത് അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രി അറിയാതെ ചീഫ് സെക്രട്ടറി കേരളം വിട്ടുപോകുന്നത് ആരെ ഫണ്ട് എന്നുള്ളതല്ലല്ലോ. ആ ഫണ്ട് വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇപ്പം സർക്കാരിൻ്റെ പൂർണ്ണ അനുമതി കൊടുത്തതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സന്ദർഭത്തിൽ ഈ കേരളം വിട്ടുപോകാനുള്ള അവസരം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തിയാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന ഇങ്ങനെയൊരു സങ്കീർണമായ ഒരു സന്ദർഭത്തിൽ ഈ കലക്ടർ പോലുള്ള ഒരു കീ പോസ്റ്റർ നിൽക്കുന്ന ജില്ലയിലൊരു ഉദ്യോഗസ്ഥൻ സ്ഥലം വിട്ടുപോകാൻ പാടില്ലായിരുന്നു. ഇവിടെ ഇങ്ങനൊരു സ്ഥിതി ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ജില്ലാ കളക്ടർ പോലുള്ള ഒരാൾക്ക് പോകാൻ അനുമതി കൊടുത്തത് സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വീഴ്ചയാണ്. സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ജില്ലാ കളക്ടർക്കും പോകാൻ സാധിക്കില്ല. മുല്ലപ്പെരിയാർ പ്രശ്നം അതിരൂക്ഷമായ സാഹചര്യത്തിൽ കളക്ടറും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെട്ട സംഘം പഠനയാത്ര എന്ന വ്യാജേന ടൂറ് പോയത് മുഖ്യമന്ത്രിയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. കർഷകർക്കുള്ള പട്ടയ നടപടികൾ ഗവൺമെന്റ് പൂർത്തീകരിക്കുന്നില്ലെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്നും എന്നാൽ കോടികൾ കോഴ വാങ്ങി വിവാദത്തിൽപ്പെട്ടിട്ടും KM മാണിയും എക്സൈസ് മന്ത്രിയും രാജിവെക്കാൻ തയ്യാറാവുന്നില്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VSന്റെ പ്രസ്താവന ഇടപെടലും ഇതിനൊന്നും വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ തന്നെയാണ് ഈ പ്രശ്നത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശക്തമായി ഇടപെടുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇടപെടൽ വന്നതിന് ശേഷമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചില അലക്കങ്ങൾ ഉണ്ടായത്.
CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ആരോപിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രയോജനപ്രദമായ രീതിയിലല്ല ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. കളക്ടറേറ്റിൽ ജലവിഭവ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം ഇടുക്കി നെറ്റ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു സമരസമിതി അംഗങ്ങൾ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും നിസ്സംഗത പുലർത്തുകയാണെന്നും ദുരന്തത്തെ നേരിടുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമില്ലെന്നും സമരസമിതി ഭാരവാഹികൾ ആരോപിച്ചു. കളക്ടറേറ്റിൽ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിക്കുവാനെത്തിയപ്പോഴാണ് സമരസമിതി നേതാക്കൾ ഇക്കാര്യം പറഞ്ഞത്. തീർച്ചയായും ഡാമിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്ന് 142 അടിയിലേക്ക് ഉയർത്തുമ്പോൾ ഡാമിൻ്റെ 13 ഷട്ടറുകളും ഒരുപോലെ തന്നെ പ്രവർത്തനക്ഷമമാക്കേണ്ടതാണ്. അങ്ങനെ പ്രവർത്തനക്ഷമമാക്കിയിട്ട് മാത്രമേ ജലനിരപ്പ് ഉയർത്താൻ പാടുള്ളൂ എന്ന സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിർദ്ദേശമുള്ളതാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റി ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും 13 ഷട്ടറുകളിൽ 1-2 പ്രവർത്തനക്ഷമമല്ല. മാത്രമല്ല തമിഴ്നാട്ടിലെ വിദഗ്ധരൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു ഷട്ടർ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു അസന്നിഗ്ധ ഘട്ടത്തിലാണെങ്കിൽ പോലും വെള്ളം ക്രമാതീതമായി ഡാമിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി സംരക്ഷിക്കുന്നതിനാണ് വൈഗ ഡാമുള്ളത്. ആ വൈഗ ഡാമിൽ 44% മാത്രമേ ഇപ്പം ജലം സംഭരിച്ചിട്ടുള്ളൂ. ബാക്കി ഭാഗം വെറുതെ കിടക്കുകയാണ്. ആ സ്ഥലത്തേക്ക് മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ഒഴുക്കിക്കൊണ്ടുപോയാൽ ജലനിരപ്പ് താഴ്ത്താൻ കഴിയും എന്നുള്ളത് ഒരു പരമസത്യമായിരിക്കെ അതിനുവേണ്ടി ശ്രമിക്കാതെ നമ്മുടെ സുപ്രീം കോടതിയുടെ ഉത്തരവിനനുസൃതമായി ആ കാര്യം പറഞ്ഞുകൊണ്ട് 142 അടിയിലേക്ക് ജലം ഉയർത്തുകയാണ്. ഏതായാലും ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശാശ്വതമായ പരിഹാരമാണ്. 132 അടിയിൽ ജലനിരപ്പ് നിൽക്കുമ്പോൾ PJ ജോസഫ് അടക്കം കേരള സമൂഹം ആശങ്കകൾ ഉയർത്തിക്കാട്ടി വലിയ ജനശ്രദ്ധ നേടി. എന്നാൽ ഇപ്പോൾ 142 അടിയിലേക്ക് എത്തുമ്പോൾ ഇക്കൂട്ടർക്ക് ആശങ്കകൾ ഇല്ല എന്നും എന്നാൽ പെരിയാർ തീരദേശവാസികൾക്ക് ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിൽ വിഷയം രൂക്ഷമാവുകയാണെന്നും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ജില്ലാ ഭരണകൂടം പരാജയമാണെന്നും സമരസമിതി മുഖ്യ രക്ഷാധികാരി KN മോഹൻദാസ്, രക്ഷാധികാരി ഫാദർ റോബിൻ പെണ്ടാനത്ത്, നിയമോപദേശകൻ സ്റ്റീഫൻ ഐസക്, ഷാജി P ജോസഫ് എന്നിവർ ഇടുക്കി നെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജലനിരപ്പ് ഉയർന്ന് വനമേഖല വെള്ളത്തിനടിയിലായതോടെ നിരവധി ആദിവാസി കുടുംബങ്ങൾ കഷ്ടത്തിലായി. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിവന്നിരുന്ന ആദിവാസികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജലനിരപ്പ് ഉയർന്ന് വനമേഖല വെള്ളത്തിനടിയിലായതോടെ ഉപജീവന മാർഗം പോലും അടഞ്ഞ സ്ഥിതിയിലാണ് ഒട്ടേറെ ആദിവാസി കുടുംബങ്ങൾ. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തിവന്നിരുന്ന ആദിവാസി കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത്. ഇവർക്കിപ്പോൾ വനത്തിനുള്ളിലേക്ക് പോകാൻ പോലും കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങൾ വരെ നടന്നുപോയിരുന്ന കാട്ടുപാതകൾ വെള്ളമുയർന്ന് തടസ്സപ്പെട്ടു. കൂടാതെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കയറിയത് കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൂണ്ടയിട്ട് 1 കിലോ മീൻ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കാട്ടിനകത്താണ് വെള്ളം കയറി കിടക്കുന്നത്. വീശാൻ പറ്റിയല്ല ഈറ്റ കലയെടുത്ത്. മന്നാൻ, പളിയൻ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളാണ് പെരിയാർ കടുവാ സങ്കേതത്തിൽ അധിവസിക്കുന്നത്. ജലനിരപ്പ് ഉയർന്നതോടെ പല കുടികളും വെള്ളത്തിനടിയിലായി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതനുസരിച്ച് ഇപ്പം വെള്ളം കയറിക്കൊണ്ട് ഇരിക്കുക. രാവിലെ നടന്ന സ്ഥലമെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കും. കൂടാതെ 900ഓളം ഹെക്ടർ വനഭൂമിയും വെള്ളം കയറി നാശത്തിന്റെ വക്കിലാണ്. മുമ്പേ വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം സസ്യ ജന്തുജാലങ്ങളുടെ നിലനിൽപ്പും ഇപ്പോൾ ഭീഷണിയിലാണ്. പെരിയാർ തീരദേശവാസികളുടെ ആശങ്ക പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആദിവാസികൾ നേരിടുന്ന പ്രതിസന്ധിയും. പക്ഷേ നമ്മുടെ അധികൃതർ ഇത് ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല എന്നു മാത്രം. EFL നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമി വനമാണോ തോട്ടമാണോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം. EFL നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന വാദം ഹൈക്കോടതി തള്ളി. എന്നാൽ നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമി വനമാണോ തോട്ടമാണോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. 2003 EFL നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി 56 അപ്പീലുകളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ എത്തിയത്. നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന വാദം ഹൈക്കോടതി തള്ളി. എന്നാൽ ഏറ്റെടുത്ത ഭൂമി വനമല്ലാത്ത വാദത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ തീർപ്പ് കൽപ്പിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. EFL നിയമം വരുന്നതിനു മുമ്പ് ഓർഡിനൻസ് പ്രകാരം 2000-ലും 2001-ലും ഏറ്റെടുത്ത ഭൂമിയുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണം. EFL നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമിയുടെ കാര്യത്തിൽ 6 മാസത്തിനകം ട്രൈബ്യൂണൽ തീരുമാനമെടുക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതിനായി ഭൂമി ഉടമകൾ 1 മാസത്തിനകം വനംവകുപ്പിന് അപേക്ഷ നൽകണമെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് CR രാമചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിലായി. പുതിയ ഉത്തരവ് പ്രകാരം ഭൂമിയുടെ ന്യായവില 50% വർദ്ധിക്കും. ഇത് ഭൂമിയുടെ വിൽപ്പനയെ കാര്യമായി ബാധിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ്
ഭൂമിയുടെ ന്യായവില ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങിയിരുന്നു. നികുതി സെക്രട്ടറിയാണ് സബ് രജിസ്ട്രാർമാർക്ക് ന്യായവില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയത്. ഒരു വർഷം 1000 കോടി രൂപയുടെ അധിക വരുമാനമാണ് ന്യായവില വർധനവിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. റോഡ് സൗകര്യമുള്ള ഭൂമി, റോഡില്ലാത്ത ഭൂമി, വയൽ, വാണിജ്യ പ്രാധാന്യമുള്ള സ്ഥലം തുടങ്ങി 15ഓളം പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചത്. ഇതിനു മുമ്പ് 2010-ലാണ് ഭൂമിയുടെ ന്യായവില പുതുക്കിയിരുന്നത്. സെന്റിന് 1 ലക്ഷം രൂപ സർക്കാർ വില നിശ്ചയിച്ച ഭൂമിക്ക് ഇനി മുതൽ 1.5 ലക്ഷം രൂപയാകും. ന്യായവില വർധനയ്ക്കൊപ്പം മുദ്രപത്രത്തിന്റെ വിപണനത്തിലൂടെയും സർക്കാരിന് വൻ തുകയാകും അധികമായി ലഭിക്കുക. കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ന്യായവിലയുടെ 6% മുദ്രപത്രത്തിന്റെ നിരക്ക്. രജിസ്ട്രേഷൻ ഫീസ് 2%. വർധന നിലവിൽ വന്നത് സംസ്ഥാനത്തെ ഭൂമി ഇടപാടുകളിൽ കുത്തനെ ഇടിവുണ്ടാക്കും. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭൂമി വിൽപ്പനയിൽ കുറവ് വന്നിരുന്നു. പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടെ വിൽപ്പന പിന്നെയും കുറയും. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. കട്ടപ്പന നരിയമ്പാറ സ്കൂൾ കവലയിൽ വൃദ്ധയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കറുകയിൽ ദേവകിയമ്മയെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നരിയമ്പാറ കറുകയിൽ വീട്ടിൽ ദേവകിയമ്മയാണ് കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരേതനായ മാധവൻപിള്ളയുടെ ഭാര്യ ദേവകിക്ക് 103 വയസ്സായിരുന്നു. അമ്മയെ കാണാൻ ചെന്നതിനാൽ മക്കൾ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 10 മണിയോടെ അഗ്നിശമന സേനയെത്തി മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു. പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെയും സിസ്റ്റർ ഏവുപ്രാസി അമ്മയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛായാചിത്ര പ്രയാണം സംഘടിപ്പിക്കും. ഈ മാസം 20-ന് വെൺമണിയിൽ നിന്നാരംഭിക്കുന്ന ഛായാചിത്ര പ്രയാണം 22-ന് നെടുങ്കണ്ടത്താണ് സമാപിക്കുന്നത്. ഇടുക്കി രൂപതയിലെ 10 ഫെറോനകളിലെ 60ഓളം കേന്ദ്രങ്ങളിലൂടെ ഛായാചിത്ര പ്രയാണം കടന്നുപോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് വെൺമണിയിൽ നടക്കുന്ന ചടങ്ങിൽ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് മംഗലശ്ശേരിയിൽ പ്രയാണം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 മണിക്ക് ഇരട്ടിയാറിലാണ് ആദ്യ ദിവസത്തെ പ്രയാണം സമാപിക്കുക. തിരുവല്ല രൂപത ഹൈറേഞ്ച് മേഖലാ മെത്രാൻ ഫിലിപ്പോസ് മാർ സ്റ്റെഫാനോസ് ആദ്യ ദിവസത്തെ പ്രയാണത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2014 നവംബർ മാസം 20, 21, 22 തീയതികളിലായി വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെയും യവ്പ്രാസ്യാമ്മയുടെയും നാമകരണ നടപടികളോടനുബന്ധിച്ച് ഒരു ഛായാചിത്ര പ്രയാണം സംഘടിപ്പിക്കുന്നു. 20-ാം തീയതി രാവിലെ 7 മണിക്ക് ഈ രൂപതയുടെ അതിർത്തി ഗ്രാമമായ വെൺമണിയിൽ നിന്നാണ് ഛായാചിത്രം ആരംഭിക്കുന്നത്. ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് മംഗലശ്ശേരിൽ നിർവഹിക്കും. ശനിയാഴ്ച വൈകിട്ട് നെടുങ്കണ്ടത്ത് നടക്കുന്ന ചടങ്ങിൽ ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലാണ് പ്രയാണത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കെ സി കോയിക്കൽ, മറ്റ് ഭാരവാഹികളായ മാത്യു മലയപ്പറമ്പിൽ, ചുമ്മാർ മാത്യു, ചാക്കോ വരമ്പകത്ത്, സണ്ണി ജോർജ് കരിവേലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാൽവരി മൗണ്ടിൽ റവന്യൂ ജില്ലാ കായികമേള തടസ്സപ്പെടുത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാരനെതിരെ പരാതി പ്രളയം. വാർത്തകൾ തുടരുന്നു. കാൽവരി മൗണ്ടിൽ റവന്യൂ ജില്ലാ കായികമേള തടസ്സപ്പെടുത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാരനെതിരെ പരാതി പ്രളയം. വനിതാ പോലീസുകാരുടെ അസാന്നിധ്യത്തിൽ പെൺകുട്ടികളെ കയ്യേറ്റം ചെയ്ത ഇടുക്കി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ജോൺസണെതിരെയാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത്. കാൽവരി മൗണ്ട് സ്കൂളിൽ നടന്ന ജില്ലാതല കായിക മത്സരത്തിൽ ട്രാക്ക് ഉപരോധിച്ച വിദ്യാർത്ഥികളെ അകാരണമായി മർദ്ദിച്ച സിവിൽ പോലീസ് ഓഫീസർക്കെതിരെയാണ് വ്യാപകമായ പരാതി ഉയർന്നിരിക്കുന്നത്. അർക്കുളം സെന്റ് ജോസഫ് സ്കൂളിലെ കായിക വിദ്യാർത്ഥികളാണ് മത്സരത്തിനിടെ സമരവുമായി എത്തിയത്. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസുകാരൻ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി. വനിതാ പോലീസുകാരുടെ സാന്നിധ്യമില്ലാതെ പെൺകുട്ടികളായ സമരക്കാരെ നീക്കം ചെയ്യാൻ പോലീസുകാരൻ മുതിർന്നതാണ് പരാതിക്കിടയാക്കിയത്. സബ് ഇൻസ്പെക്ടറും മറ്റു പോലീസുകാരും ശാന്തരായി നിൽക്കെയാണ് ഈ പോലീസുകാരൻ പ്രകോപനം സൃഷ്ടിച്ചത്. ഇടുക്കി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ജോൺസണെതിരെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പരാതിപ്പെട്ടിട്ടുള്ളത്. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിന് ഇയാളെ മുമ്പ് ദേവികുളത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വിദ്യാർത്ഥികൾ സംസ്ഥാന വനിതാ കമ്മീഷനും പരാതി നൽകി. ജില്ലാ സ്പോർട്സ് കൗൺസിലും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. പുളിയൻമലയിൽ ഉദ്ഘാടനത്തിന് തയ്യാറാക്കിയിരിക്കുന്ന ആധുനിക അറവുശാലയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി സമരസമിതി. ആധുനിക അറവുശാലയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി സമരസമിതിക്ക് നൽകിയ ഉറപ്പുകളെല്ലാം
കാറ്റിൽ പറത്തിയെന്ന് സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ മാസം 25-ന് നിശ്ചയിച്ചിരിക്കുന്ന അറവുശാലയുടെ ഉദ്ഘാടനം തടയുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്ലോട്ടർ ഹൗസ് പദ്ധതി നിയമവിരുദ്ധവും അഴിമതി നിറഞ്ഞതുമാണെന്ന് സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഒരു ശാസ്ത്രീയ അറവുശാലയ്ക്ക് വേണ്ട സുപ്രീം കോടതിയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പരിസരവാസികളുടെ കുടിവെള്ളം, ഭക്ഷണം, വായു, ആരോഗ്യം എന്നിവയെ മാരകമായി ബാധിക്കുന്ന വിധത്തിൽ സ്ലോട്ടർ ഹൗസ് മാറിയിരിക്കുന്നു എന്നും നേതാക്കൾ പറഞ്ഞു. കോടികളുടെ പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നിരുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് സമരസമിതി ചെയർമാൻ MC ബിജു പറഞ്ഞു. ഞങ്ങൾ സമരസമിതി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വസ്തുതയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അറവുശാല അന്ന് അവിടെ നിർത്തിവെക്കുകയും ഒരു പുതിയ നൂതനമായിട്ടുള്ള ഒരു അറവുശാല ഉണ്ടാകും എന്ന നിലയ്ക്ക് സമരസമിതിയോട് അവർ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരത്തിന് പിന്മാറി. അതിനുശേഷം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അറവുശാലയുടെ പണി നടന്നു വരികയാണ്. ഇപ്പം നിലവിൽ അവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തന അഴിമതിയുണ്ട്. ഞങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ഇതുവരെയും അവിടുത്തെ പൊതുജനങ്ങൾ എന്ന നിലയിലോ സമരസമിതി എന്ന നിലയിലോ ഈ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത് ഞങ്ങളോട് ഇന്നുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സ്ലോട്ടറിംഗ് പഠിക്കാനെന്ന വ്യാജേന ഇപ്പോൾ നടത്തുന്ന സ്ലോട്ടറിംഗ് നിയമവിരുദ്ധമാണ്. അറവുശാലയിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് ചത്തമാടുകളെ ഇറച്ചിയാക്കുന്നതിന് വേണ്ടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സമരസമിതിയോടും പരിസരവാസികളോടും കൂടിയാലോചന നടത്താതെ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കെ സ്ലോട്ടർ ഹൗസിന്റെ ഉദ്ഘാടനം പുളിയമലയിൽ നടത്താതെ കട്ടപ്പനയിൽ വെച്ച് നടത്താനുള്ള നീക്കം ജനങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും കട്ടപ്പനയിൽ നടക്കുന്ന സ്ലോട്ടർ ഹൗസിന്റെ ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. കട്ടപ്പന പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സമരസമിതി നേതാക്കളായ ശശികുമാർ, സുധർമ്മ മോഹൻ, SS പാൽരാജ്, S വനരാജ്, തോമസ് തുടങ്ങിയവരും പങ്കെടുത്തു. ലത്തീൻ സഭയിലെ വിശ്വാസികളെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും വോട്ട് ബാങ്കാക്കി മാറ്റുന്ന സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സഭയിൽ നിന്നും പ്രതിനിധികളെ മത്സരിപ്പിക്കുവാൻ തീരുമാനം. ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് KLCAയുടെ നേതൃത്വത്തിൽ കോഴിമല മൗണ്ട് കാർമൽ ചർച്ചിൽ തുടക്കമായി. പീരുമേട് നിയോജക മണ്ഡലത്തിലെ 10 ലത്തീൻ ദേവാലയങ്ങളിൽപ്പെട്ട 20,000-ഓളം വിശ്വാസികളെ രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ലത്തീൻ സഭയ്ക്ക് നൽകേണ്ട പരിഗണനയും അവകാശവും നൽകുന്നില്ല എന്നും സഭയിലെ വിശ്വാസികളെ വെറും വോട്ട് ബാങ്കാക്കി മാറ്റുകയാണെന്നും അവകാശപ്പെട്ട് ലത്തീൻ വിശ്വാസികൾ ഒന്നുചേർന്ന് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് കോഴിമല മൗണ്ട് കാർമൽ ചർച്ചിൽ വെച്ച് തുടക്കം കുറിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതി അവസാനിപ്പിച്ച് ലത്തീൻ സഭയിൽപ്പെട്ട പ്രതിനിധികളെ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വീറ്റ് നൽകി മത്സരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് KLCAയ്ക്ക് തുടക്കം കുറിച്ചത്. അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയും ലത്തീൻ വിശ്വാസികൾക്ക് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കുവാനുമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നും വിശ്വാസികൾ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മാനദണ്ഡം ലത്തീൻ സമുദായത്തിന് ഒരു മാനദണ്ഡം പോലും, ഒരു സീറ്റ് പോലും മാറ്റിവെക്കാതെ ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കുവാൻ ജനങ്ങളെ, ഇവിടുത്തെയുള്ള ലത്തീൻ സമുദായത്തിലുള്ള ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാ ദേവാലയങ്ങളിലും മുഴുവൻ KLCA സംഘടന ശക്തിപ്പെടുത്തി അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി ലത്തീൻ സമുദായത്തിന് ന്യായമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും മേടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ പീരുമേട് മേഖലയിലുള്ള 20,000 വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. കോഴിമല മൗണ്ട് കാർമൽ ചർച്ചിൽ നടന്ന KLCA സംഘടനാ രൂപീകരണ യോഗം ഇടവക വികാരി ഫാദർ പോൾ അരഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു. KLCA മേഖലാ പ്രസിഡന്റ് ചാർലി മണ്ടിപ്പെരിയാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൽസമ്മ ആന്റണി, രൂപത വൈസ് പ്രസിഡന്റ് ചാർലി ചീന്തലാർ, രൂപത സെക്രട്ടറി ജോസ് കുഴിക്കാനം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KLCA മൗണ്ട് കാർമൽ ചർച്ചിനു വേണ്ടി ജോസ് പടമാക്കൽ പ്രസിഡന്റും സോണി പൂവത്താലി സെക്രട്ടറിയായും ബിനോയ് തെക്കാനിക്കാട്ടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. യോഗത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടുക്കി നെറ്റ് ന്യൂസ്, ഉപ്പുതറ. ചെറുതോണി ടൗണിൽ കോൺഗ്രസ് INTUC ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വക സ്ഥലം കയ്യേറിയല്ല കെട്ടിടം നിർമ്മിക്കുന്നത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ ചെറുതോണി മേക്കൽ അലിയാർ വക ജോയിന്റ് വെരിഫിക്കേഷനിലുള്ള 2 ഏക്കർ 54 സെന്റ് സ്ഥലത്തു നിന്നാണ് ഓഫീസ് കെട്ടിടത്തിനായി 3 സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങിയത്. 2012 മുതൽ കെട്ടിടം പണി നടക്കുന്നുണ്ട്. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC എന്ന പേരിലാണ് കെട്ടിട നമ്പർ നൽകിയിട്ടുള്ളതും. DCC സെക്രട്ടറി AP ഉസ്മാന്റെ പേരിലല്ല കെട്ടിട നമ്പർ ഉള്ളതെന്ന് നേതാക്കന്മാർ വ്യക്തമാക്കി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി AP ഉസ്മാൻ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ളതായി ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത വസ്തുതകൾക്ക് നിരക്കാത്തതും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി
ഓഫീസ് പൊളിക്കുവാൻ ഇതുവരെയും ജില്ലാ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുമില്ല. തൊഴിലാളി യൂണിയന്റെ ഫണ്ടും അഭ്യുദയകാംക്ഷികൾ നൽകിയ സംഭാവനയും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസും INTUC ഓഫീസും പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ജനം തിരിച്ചറിയണമെന്നും അപവാദ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. വാർത്താസമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അഗസ്തി അഴകത്ത്, മണ്ഡലം പ്രസിഡന്റ് PD ജോൺ, ഭാരവാഹികളായ N പുരുഷോത്തമൻ, KM ജലാലുദ്ദീൻ, ജോയി വർഗീസ്, CP സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം മുരിക്കാശ്ശേരിയിൽ നടന്നു. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലാകമാനം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളായ ബോധി 2014 ജില്ലാതല ഉദ്ഘാടനം മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൊട്ടിയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടുക്കി MLA റോഷി അഗസ്റ്റിനാണ് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 1600-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു കലാലയത്തിൻ്റെ ശ്രേഷ്ഠത അത് എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമാക്കി തീർക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം വളരെയേറെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോഴാണ്. ആ നിലയിൽ ചിന്തിച്ചാൽ ഈ സ്കൂള് വളരെ അഭിനന്ദനത്തിനിട നൽകിയിട്ടുള്ള സ്കൂളാണ്. ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ സെക്രട്ടറി വർഗീസ് വെട്ടിയാങ്കൽ ആമുഖ പ്രഭാഷണം നടത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി മുഖ്യ പ്രഭാഷകയായിരുന്നു. നമ്മുടെ യുവജനത, വിദ്യാർത്ഥി സമൂഹം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നിരാളപ്പെടുത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യുവജന സമൂഹത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി, അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ചെറുവിരൽ അനക്കുവാൻ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം സന്നദ്ധമാകേണ്ടിയിരിക്കുന്നു. ഹെഡ്മാസ്റ്റർ ജോസുകുട്ടി ജോർജ്, റോസുകുട്ടി എബ്രഹാം, റാണി ജോർജ്, പ്രൊഫസർ CA ജോസഫ്, PTA പ്രസിഡന്റ് ജോർജ് അമ്പഴം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ റാലിയും നടന്നു. ഇനി സ്വർണം വെള്ളി വിപണി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് 20,000 രൂപ, 1 ഗ്രാമിന് 2500 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇനി കമ്പോള വാർത്തകൾ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. ഏലം കൂടിയ വില 750, കുറഞ്ഞ വില 700. കുരുമുളക് കിലോഗ്രാമിന് 705 രൂപ, കാപ്പി 135 രൂപ, റബ്ബർ 107 രൂപ, ഗ്രാമ്പൂ 1020 രൂപ, കൊക്കോ 52 രൂപ, ജാതി 300 രൂപ, ജാതിപത്രി കൂടിയ വില 1000, കുറഞ്ഞ വില 750. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഔവർ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം മുരിക്കാശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് വൃശ്ചികം 1, മണ്ഡലകാല വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. ഇനി ശരണമന്ത്രത്തിന്റെ നാളുകൾ. വ്രതശുദ്ധിയിൽ മാല കഴുത്തിലണിയുന്നതോടെ ഓരോ ഭക്തനും ഈശ്വരനാകുന്നു എന്ന മഹത് സന്ദേശമാണ് ഈ പുണ്യദിനങ്ങൾ പകർന്നു നൽകുന്നത്. മുല്ലപ്പെരിയാറിൽ ഒരു ഷട്ടർ തകരാറിലായ സാഹചര്യത്തിൽ ജലനിരപ്പ് 136 അടിയിൽ കൂടുതലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്. മുല്ലപ്പെരിയാർ വിഷയം കത്തി നിൽക്കുമ്പോൾ ജില്ലാ കളക്ടറും ചീഫ് സെക്രട്ടറിയും വിദേശ പര്യടനത്തിന് പോയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. ജലനിരപ്പുയർന്ന് വനമേഖല വെള്ളത്തിനടിയിലായതോടെ നിരവധി ആദിവാസി കുടുംബങ്ങൾ കഷ്ടത്തിലായി. വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തി വന്നിരുന്ന ആദിവാസികളാണ് പ്രതിസന്ധിയിലായത്. EFL നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമി വനമാണോ തോട്ടമാണോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം. കാൽവരി മൗണ്ടിൽ റവന്യൂ ജില്ലാ കായികമേള തടസ്സപ്പെടുത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിച്ച പോലീസുകാരനെതിരെ പരാതി പ്രളയം. വനിതാ പോലീസുകാരുടെ അസാന്നിധ്യത്തിൽ പെൺകുട്ടികളെ കയ്യേറ്റം ചെയ്ത ഇടുക്കി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ജോൺസണെതിരെയാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. Thank you.